നമസ്കാരം. ഗൾഫ് യുദ്ധം നമുക്ക് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണോ? ശൈലിംഗ മന്ത്രി ആരംഭിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ തന്നെ 60% വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, ഈ ചോക്ക് പോയിന്റിൽ നിന്നാണ്. ഹോർമോസ് കടലിടുക്ക് കടന്നു വേണം ഈ 60% വരാൻ. ഇപ്പോൾ വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഒരു മോശം കാര്യം നടക്കുമ്പോൾ അതിനകത്തിൽ നിന്ന് അതിന്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് ഒരല്പം നന്മ വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ ഈ ചൊല്ല്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എന്താണ് നമുക്ക് ഈ സംഘർഷത്തിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ? കറന്റ് സിനാരിയോ എന്താണ്? The Indian National Shipowners Association has raised concerns about their stranded vessels during the ongoing crisis in West Asia. ഇന്ത്യയുടെ കപ്പലുകൾ മുഴുവൻ അവിടെ പെട്ടുകിടക്കുകയാണ്. അനങ്ങാൻ പറ്റാതെ, ചലിക്കാൻ പറ്റാതെ പെട്ടുകിടക്കുന്നതായിട്ട് അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ. അപ്പം നമുക്കും കപ്പലുകളുണ്ട്. കണ്ടെയ്നർ കപ്പലുകളിൽ വലിയ ആധിപത്യമില്ലെങ്കിലും എണ്ണക്കപ്പലുകളിലൊക്കെ നമുക്ക് കുറച്ച് ഒരു പ്രസക്തിയുണ്ട്. ഇൻ എ ലെറ്റർ ടു ദി സെന്റർ, ഗവൺമെന്റ് എഴുതിയ കത്തിൽ INSA said 27 ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ് ആർ കറന്റ്ലി സ്റ്റക്ക് ഇൻ ദ റീജിയൻ. ഹോർമൂസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചരക്കെടുക്കുകയോ ചരക്കെടുക്കാതിരിക്കുന്ന പരുവത്തിൽ 27 ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വൈൽ അവർ ഷിപ്സ് ആർ വെയിറ്റിംഗ്, ഇവിടെയാണ് ഓണത്തിനിടയിൽ ഒരു പുട്ടുകച്ചവടവും നടക്കുന്നുണ്ട്. വൈൽ അവർ ഷിപ്സ് ആർ വെയിറ്റിംഗ്, ന്യൂസ് റിപ്പോർട്ട്സ് ആർ ഷെയറിംഗ് conflicting pieces of information about the current passage of mainly Chinese and Iranian ships via the Hormuz Strait. കച്ചവടം നടക്കുന്നുണ്ട്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം തന്നെയാണ്. ഒരു വശത്തൂടെ ഇവിടെ അടിക്കുമ്പോൾ മറുവശത്തൂടെ അവരുടെ ഇറാന്റെയും ചൈനയുടെയും എണ്ണക്കച്ചവടം അഭംഗുരം തുടരുന്നതായിട്ട് ചില ന്യൂസുകൾ അവർക്ക് കിട്ടുന്നതായിട്ട് INSA എഴുതിയിരിക്കുന്നു. That reported to have been seen passing in both directions. അവരുടെ കപ്പലുകൾ, ചൈനയുടെയും ഇറാന്റെയും കപ്പലുകൾ രണ്ടു വശത്തോട്ടും കടന്നു പോകുന്ന വിവരവും അവർക്ക് കാണാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബദൽ ഇന്ധനങ്ങൾക്കൊന്നും വലിയ ചെവി ആരും കൊടുക്കാത്തത്? ഒരു ഉദാഹരണം, ഒരു കേസ് സ്റ്റഡി വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു INSA, ഇന്ത്യൻ ഫ്ലാഗ്ഡ് ഷിപ്സ് വാല്യൂഡ് അറ്റ് ഓവർ ₹10,000 crore, 10,000 കോടി രൂപയ്ക്ക് തുല്യമായ കപ്പലുകളാണ് അവിടെ ഇപ്പോൾ കിടക്കുന്നത്. 27 അല്ലാതെയുള്ള കപ്പലുകളും കൂടെ ചേർന്ന് 10,000 കോടി രൂപ ആർ കോട്ട് ഇൻ എ ബ്ലോക്ക് സ്റ്റൈൽ ക്ലോഷർ. അവിടെ പെട്ടുപോയി. 10,000 കോടി രൂപ അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കപ്പലുടമകൾ, നമ്മുടെ നാട്ടിലെ റിഫൈനറികൾ, ഇനി ഇതിന്റെ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഇവരെല്ലാവരും നമ്മൾ പറയുന്ന ബദൽ ഇന്ധനത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് തലത്തിൽ ഇതിനൊരു ശ്രദ്ധയും ഇല്ലാതെ പോകുന്നത്. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട. ശ്രദ്ധയില്ലാത്തവരുടെ ശ്രദ്ധ ഇങ്ങേ അറ്റത്ത് കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രയത്നം. അക്കോർഡിംഗ് ടു INSA, ഇന്ത്യൻ ഫ്ലാഗ്ഡ് ഷിപ്സ് വാല്യൂഡ് അറ്റ് ഓവർ ₹10,000 crore ആർ കോട്ട് ഇൻ എ ബ്ലോക്ക് സ്റ്റൈൽ ക്ലോഷർ ഓഫ് ദ ഹോർമൂസ് സ്ട്രെയ്റ്റ് റിസൾട്ടിംഗ് ഫ്രം എസ്കലേറ്റിംഗ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ USA, ഇസ്രായേൽ ആൻഡ് ഇറാൻ. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അറൌണ്ട് 85% ഓഫ് ഇന്ത്യസ് കുക്കിംഗ് ഗ്യാസ്, നമ്മുടെ വീടുകളുടെ, നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നമാണ്. അറൌണ്ട് 85% ഓഫ് ഇന്ത്യസ് കുക്കിംഗ് ഗ്യാസ് ഇമ്പോർട്ട്സ് പാസ് ത്രൂ ദിസ് നാരോ വാട്ടർ വേ. 33 മീറ്റർ എന്നാണ് ഏറ്റവും ഒടുവിൽ ഹോർമൂസിനെ കുറിച്ച് പറയുന്നത്. ആ വാട്ടർ വേയിൽ കൂടിയാണ് അറൌണ്ട് 85% ഓഫ് ഇന്ത്യസ് കുക്കിംഗ് ഗ്യാസ്. കുക്കിംഗ് ഗ്യാസ് മാത്രമല്ല, LNG, CNG തുടങ്ങിയ എല്ലാ ഇന്ധനങ്ങളും, കോള് മിക്കതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഈ പാതയിലൂടെയാണ്. ഇവിടെ ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഒന്നാം തരം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഫിലിം എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നു.
ആർക്കെങ്കിലും അത് പരിപാടിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അത് കണ്ടിരുന്നാൽ ഇതിന്റെ ഒരു ജിയോഗ്രഫി നമുക്ക് കൃത്യമായി മനസ്സിലാകും, ഓയിൽ ട്രേഡ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. Many of these stranded tankers are already laden with crude oil. അതിനകത്ത് മിക്കതിലും എണ്ണ നിറച്ചിട്ടുണ്ട്. ഓർ കുക്കിംഗ് ഗ്യാസ്, എണ്ണയോ കുക്കിംഗ് ഗ്യാസോ നിറയ്ക്കപ്പെട്ട കപ്പലുകളാണിവ. ഡെസ്റ്റൈൻ ഫോർ ഇന്ത്യ, എല്ലാം ഇന്ത്യയിലോട്ട് വരാൻ ഇരുന്നതാണ്. വൈൽ അതേഴ്സ് വെയിറ്റ് ടു ലോഡ് എസെൻഷ്യൽ എനർജി സപ്ലൈസ്, മറ്റുള്ളവ അടുത്ത ലോഡ് ചെയ്യാനുള്ള കാത്തിരിപ്പിന്റെ ഇടയ്ക്കാണ് 27-ാം തീയതി ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. Highlighting the danger, said at least 3 tankers were attacked. ഇതിനകത്ത് 3 നമ്മുടെ ടാങ്കറുകളെ അറ്റാക്ക് ചെയ്തു. നമ്മുടേതാവണമെന്നില്ല, നമ്മുടേതാണെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല. അതിനിടയ്ക്ക് 3 ടാങ്കറുകൾ അറ്റാക്ക് ചെയ്തു. സിൻസ് ദ കോൺഫ്ലിക്ട്സ് ബിഗൻ ഓൺ ഫെബ്രുവരി 27 മുതൽ ഇന്നലെ വരെ 3 ടാങ്കറുകൾക്ക് മിസൈൽ ആക്രമണം ഉണ്ടായി. One INSA member vessel reportedly narrowly escaped a missile strike that landed just 1 mile away. ഇന്ത്യൻ ഫ്ലാഗ്ഡ് കപ്പലിന്റെ 1 മൈൽ അകലെ ഒരു മിസൈൽ വീണ് കഷ്ടിച്ച് നമ്മുടെ ആ കപ്പൽ രക്ഷപ്പെട്ടു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന അതിന്റെ റെസീലിയൻസ്, അതിന്റെ ഒരു ആരോഗ്യം, അത് എങ്ങനെ നമുക്ക് നിലനിർത്താം, മുടക്കം കൂടാതെ ഓയിലും ഗ്യാസും എണ്ണയും LPGയും ഒക്കെ തുടർന്നും നമുക്ക് ലഭിക്കുവാൻ, ബദലിന്ധനങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചാലും വരുന്ന കാലം എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. തൽക്കാലം ഇന്നത്തെ ഫോസിൽ ഫ്യൂവലിനെ ആശ്രയിച്ചേ പറ്റൂ. അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഗഹനമായി ചിന്തിക്കാൻ അടിയന്തരമായി കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഒരു യോഗം കൂടിയിരുന്നു. മാർച്ച് 2-നാണ് കൂടിയത്. അവര് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ, പൊതുജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുകയാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബ്ലസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേ ബ്രിങ് ടു നോട്ടീസ് specific issues relating to supply chain disruptions for consolidation and monitoring acts. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രേഡിന് സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ, വീഴ്ചകൾ, പോരായ്മകൾ, അത് സംബന്ധിച്ച കറക്റ്റീവ് മെഷേഴ്സ് എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാം. എൻ്റെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ADG1-DGFT, Director General of Foreign Trade at gov.in. ഡയറക്ടർ ജനറൽ ഫോറിൻ ട്രേഡിന്റെ ഓഫീസിലോട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ പറയേണ്ടത്, ഈ മെയിലിൽ നമ്മൾ പറയേണ്ടത്, ഈ നാട്ടിലെ വേസ്റ്റ് എടുത്ത് 10-1 അതിന്റെ തമ്പറോൾ. ഇപ്പോ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് 10 ടൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ 1 ടൺ മെത്തനോൾ ഉണ്ടാക്കാൻ പറ്റും. മെത്തനോൾ ഇപ്പൊ കാറിനും വിമാനത്തിനും കപ്പലിനും എല്ലാത്തിനും പറ്റുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ നൽകാൻ കഴിയും. പുതിയ ടെക്നോളജിയും വരുന്നുണ്ട്. അന്നേരം ഈ 10-1 എന്നുള്ളത് ചിലപ്പോൾ അതിനേക്കാൾ കൂടും. 10:5 എന്നൊക്കെ വരാവുന്ന തരത്തിലുള്ള ടെക്നോളജിയും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തി സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരും അല്ലാതുള്ളവരും സ്കൂളിൽ എഴുതുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിക്കും. ADG1-DGFT@gov.in മെത്തനോളിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യണം. കാരണം ഇതുപോലുള്ള അൺസർട്ടനിറ്റീസ് നമ്മളെ ഇനിയും പിടികൂടും. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണം. ഇന്ത്യയുടെ റിസോഴ്സ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഊർജ്ജ രംഗത്ത്, എനർജി രംഗത്ത് സ്വയം പര്യാപ്തത നേടുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യണം എന്ന് പറയുന്ന മെയിലാണ് നമ്മൾ അയക്കേണ്ടത്. വിലാസം ഒന്നുകൂടി, ADG1-DGFT@gov.in. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ തുറുപ്പ് ഗുലാൻ ട്രക്കത്തോൺ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ശ്രീനാഥ് അയച്ചു തന്ന ഒരു ട്രക്കാണ്. MSC സാവന്ന എന്ന് പറയുന്ന ഒരു കപ്പൽ ഇപ്പോൾ ബർത്തിലുണ്ട്. സാവന്നയെ കണ്ടപ്പോൾ, MSC സാവന്നയെ കണ്ടപ്പോൾ ഒരു സാവന്ന യാത്രയാണ് ശ്രീനാഥിന്റെ ട്രാക്കത്തോണിൽ കിട്ടിയത്. തൂത്തുക്കുടി കൊളംബോ സാവന്ന എടുത്തത് 49 ദിവസമാണ്. ഇവിടെ നോർഫോക്കിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്നു. പറഞ്ഞതിൽ നിന്ന് 24 ദിവസം പറഞ്ഞു. ഒരു ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത്. ബ്രമൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. ബ്രമൻ നോർഫോക്ക് TRV 23 ദിവസത്തിനുള്ളിൽ എത്തി. ഇവിടെ 49 ദിവസം. ഈ നോർഫോക്ക് എന്ന് പറയുന്നത് ഫർദർ നോർത്താണ്, സാവന്നയുടെ നോർത്താണ്. ഇത് നേരത്തെ പോയതാണ് തൂത്തുക്കുടിൻ കൊളംബോ സാവന്നയിലോട്ട് പോയത്
49 ദിവസമാണെങ്കിൽ നമുക്ക് നോർഫോക്ക് 23 ദിവസം എന്ന് പറഞ്ഞാൽ വീണ്ടും കുറയാം. കാരണം നോർഫോക്ക് സാവന്നയേക്കാൾ മുകളിലാണ്. നോർഫോക്ക് ഈസ് ഫെർദർ നോർത്ത് ഓഫ് സാവന്ന ബൈ 365 നോട്ടിക്കൽ മൈൽ. 1-2 ദിവസം സാവന്നയിൽ നിന്ന് ഇങ്ങോട്ട് ഓടേണ്ടി വരും. അപ്പോൾ അവിടെ വീണ്ടും 21 ദിവസം കൊണ്ട് എത്താവുന്ന ഒരു ദൂരമാണ് സാവന്ന TRV. അവിടെയാണ് 27-28 ദിവസം അധികമെടുത്ത് തൂത്തുക്കുടി കൊളംബോ സാവന്ന ട്രാക്കിംഗ് ശ്രീനാഥ് തൊണ്ടി സഹിതം അവതരിപ്പിക്കുന്നത്.